നമസ്കാരം. അവസാനം സാംസ്കാരിക നായകരുടെ വാ തുറക്കുന്നു കേട്ടോ. പറയാതിരിക്കാൻ കഴിയില്ല. ഇന്നലെ വരെ സിദ്ധാർത്ഥന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിദ്ധാർത്ഥൻ്റെ മരണം, ആത്മഹത്യ, കൊലപാതകം എന്നൊക്കെ പറഞ്ഞ് കേരളക്കരെ ആകെ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ട പ്രതിഷേധങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ സാത്വികരായ സാംസ്കാരിക നായരുടെ വായകളിലൊക്കെ പഴം തിരികിയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കേട്ടോ. പൗരത്വ ഭേദഗതി നിയമം വന്നല്ലോ. ഈ പൗരത്വ ഭേദഗതി നിയമം വന്നതോടുകൂടി എവിടുന്നൊക്കെയോ ഇങ്ങനെ സടകുടഞ്ഞെണീക്കുകയാണ് നമ്മുടെ സാംസ്കാരിക നായകർ. ആ സാംസ്കാരിക നായകർ ഉണർത്തെണീക്കുമ്പോൾ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഭയങ്കര പ്രതിഷേധം നടക്കുമ്പോൾ ആ നിയമത്തെ അതിനിശിതമായി വിമർശിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് നോവലിസ്റ്റായിട്ടുള്ള എം മുകുന്ദനാണ്. മുകുന്ദൻ രംഗത്തെത്തിക്കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് രാജ്യത്ത് അഭയാർത്ഥികളെ സൃഷ്ടിക്കുമെന്ന് നോവലിസ്റ്റായിട്ടുള്ള സാഹിത്യകാരനായിട്ടുള്ള എം മുകുന്ദൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി ഒന്നും പേടിക്കാനില്ല. വളരെ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് സാംസ്കാരിക നായകർ എത്തിയിരിക്കുന്നത്. ഇന്നുവരെ വായനക്കാത്ത ആൾക്കാരായിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, പല തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കുവാൻ ഇത്തരത്തിലുള്ള നായകന്മാരില്ല. അവർ പറയുന്ന പോലെ ഉത്തരേന്ത്യയിൽ നിരവധി നേതാക്കളാണ് ഓരോരോ പാർട്ടിയിൽ നിന്നും കൂറുമാറി പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ മത്സരിക്കുന്ന എത്ര എം പിമാർ കൂറുമാറി മറ്റു പാർട്ടികളിലേക്ക് ചേരുന്നുണ്ട്, അത് പറയാനാവില്ല. പക്ഷേ അങ്ങനെ പറയാത്തൊരു സാഹചര്യം നിൽക്കുമ്പോഴും ഈ രാഷ്ട്രീയം മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ഇടതുപക്ഷക്കാരെ വേണമെങ്കിൽ അത്തരത്തിൽ വിശ്വസിക്കാമെന്ന് പറയുകയാണ് എം മുകുന്ദൻ. കാരണം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ നല്ലതെന്തെങ്കിലും സംഭവിക്കണമെന്ന കാര്യത്തിൽ ഇവരെ കൊണ്ടുവരണം, അല്ലാതെ മറ്റൊരു പ്രതീക്ഷയുമില്ല. കേരളത്തിലും സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ് എന്നൊക്കെയാണ് എം മുകുന്ദൻ്റെ കണ്ണീർ. ഇത്തരത്തിലുള്ള വിലാപം നടത്താൻ ഇവിടെ എന്താണ് സംഭവിച്ചത്? ശ്രീ മുകുന്ദൻ, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഈ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ എന്ത് അടിമത്തമാണ് നടക്കാൻ പോകുന്നത്, എന്ത് അടിമത്തമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, എന്ത് അഭയാർത്ഥികളെയാണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത്? ശ്രീ മുകുന്ദൻ, നിങ്ങളെപ്പോലുള്ള സാംസ്കാരിക നായകർ എന്തിനുമെതിരെ പ്രതികരിക്കണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. താങ്കളൊക്കെ പ്രതികരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. വലിയ വലിയ പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുമ്പോൾ, വലിയ വലിയ പ്രതികരണങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ, കണ്ണീരോടുകൂടി നിൽക്കുന്ന അമ്മമാരുടെ സങ്കടങ്ങൾ കാണുമ്പോഴൊക്കെ നിങ്ങളെപ്പോലുള്ള സാംസ്കാരിക നായകർ ഒന്ന് വാ തുറന്നെങ്കിൽ എന്ന് അറിയാതെ ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഓരോ മലയാളിയും. പക്ഷേ അതിനൊന്നും നിങ്ങൾക്ക് മനസ്സുണ്ടാകാറില്ല പലപ്പോഴും. ഇപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു വെക്കുന്നത് എന്താണ്? കൂറുമാറുന്ന പല രാഷ്ട്രീയക്കാരെയും കണ്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിന്ന് അടുത്ത പാർട്ടിയിലേക്കും പോകുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ ഭേദം ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞു വെക്കുവാൻ വേണ്ടിയിട്ട് മാത്രം നാവനക്കുന്നത് ശരിയാണോ? എന്ത് ഇടതുപക്ഷം, എന്ത് കമ്മ്യൂണിസം? പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ താങ്കൾ നടത്തുന്ന ഈ വാദങ്ങൾ ശരിയാണോ എന്ന് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാജ്യം, ഒരു മഹാരാജ്യം എടുക്കുന്നൊരു തീരുമാനത്തിനെതിരെ ഇങ്ങനെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് സ്വാഭാവികമാണ്, അത് സമ്മതിക്കുന്നു. പക്ഷേ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവരുമ്പോൾ അതിലൂടെ അഭയാർത്ഥികൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അഭയാർത്ഥികളെ എങ്ങനെയാണ് നമുക്കിവിടെ നിയന്ത്രിക്കാൻ കഴിയുക? ഇന്ത്യയിൽ 141 കോടിയോളം വരുന്ന ജനങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിൽ നിന്ന് നുഴഞ്ഞുകയറ്റം നടത്തപ്പെടുന്നവർക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ആ പൗരത്വം കൂടി കണക്കിലെടുത്തുകൊണ്ട് 141 കോടി ജനങ്ങളിലേക്ക് അന്യരാജ്യങ്ങളിൽ നിന്നുകൂടി ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അത് മാറ്റിയെടുക്കേണ്ടതല്ലേ? തീവ്രവാദ സ്വഭാവമുള്ളവർ നുഴഞ്ഞു കയറി ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൻ്റെ ആത്മാവിലേക്ക് സ്ഫോടനങ്ങൾ നടത്തുന്നതിന് മുമ്പ് അവരെ തടഞ്ഞു വെക്കേണ്ടതല്ലേ? അവരെ തളച്ചിടേണ്ടതല്ലേ? അതെന്തുകൊണ്ട് നിങ്ങളെപ്പോലുള്ള സാംസ്കാരിക നായകർക്ക് മനസ്സിലാകുന്നില്ല? അതിനു വേണ്ടിയിട്ടൊരു നിയമം ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ ബാലായി നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ഇവിടെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സിദ്ധാർത്ഥനുമായി പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊല്ല നടത്തിയല്ലോ ഇവിടുത്തെ SFIയുടെ സഖാക്കൾ, കുട്ടി സഖാക്കൾ. അവർ കൊന്നുകെട്ടി തൂക്കിയ സിദ്ധാർത്ഥന് വേണ്ടി ഒരു വാക്ക് സംസാരിക്കുവാൻ നിങ്ങളടക്കമുള്ള സാംസ്കാരിക നായകർക്ക് കഴിഞ്ഞോ? എന്തെങ്കിലും ഒരു വാക്ക് പറയുവാൻ ആ അച്ഛനോടോ അമ്മയോടോ ഏതെങ്കിലും ഒരു തരത്തിൽ അവരുടെ വിഷമത്തിലൊന്ന് പങ്കുചേരാൻ അവരോടൊരു നല്ല വാക്ക് പറയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? എന്തിന്? ചെയ്തത് തെറ്റാണ് സഖാക്കളെ. നിങ്ങൾ കുട്ടി സഖാക്കളാണെങ്കിൽ കൂടിയും വലിയ മുതിർന്ന മൂത്ത സഖാക്കളുണ്ടല്ലോ, അവരോടെങ്കിലും ഒരു വാക്ക് പറയുവാൻ നിങ്ങളെപ്പോലുള്ള സാംസ്കാരിക നായകർക്ക് കഴിഞ്ഞോ? കഴിയില്ല.
കമ്മ്യൂണിസം അരച്ച് കലക്കി കുടിച്ച് അതിൽ ഇടതുപക്ഷ ചിന്ത എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന നിങ്ങൾക്കെന്താ മനുഷ്യത്വമില്ലേ? ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇനി ഏത് പക്ഷമാണെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലയിലൊന്ന് ചിന്തിക്കൂ. ഒരു ഹ്യൂമാനിറ്റി, ഒരു ഹ്യൂമൻ കൺസിഡറേഷൻ ഈ പറയുന്ന മരിച്ചുപോയപ്പെട്ട ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന, എന്നാൽ കൊല ചെയ്യപ്പെട്ടു എന്ന് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന സിദ്ധാർത്ഥന് വേണ്ടി ഒരു വാക്ക് പറയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെയൊക്കെ ഏത് സാംസ്കാരിക മണ്ഡലത്തിൽ ഉൾപ്പെടുത്തുമെന്ന് കൂടി ചിന്തിക്കുക. ഇപ്പോഴൊക്കെ ഈ നാവ് പൊങ്ങിയല്ലോ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിന് വേണ്ടിയിട്ട്. ഇതാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്? പിണറായി വിജയൻ്റെ ഏറാൻ മൂളികളായി ഇടതുപക്ഷത്തിൻ്റെ പൃഷ്ഠം താങ്ങി നടക്കുന്ന സാംസ്കാരിക നായകരെ ഈ സംസ്ഥാനത്തിന് ആവശ്യമുണ്ടോ എന്ന് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളും ചിന്തിക്കുക, നിങ്ങളുടെ പ്രതികരണത്തിന് ഇത്രയൊക്കെ ആയുസ്സുണ്ടാകൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്.